ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. വീട്ടിലെ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളാണ്, ഒരുപാട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വീണ്ടും ഫാർമസിയിൽ വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കുട്ടികൾക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളുടെ ഡോസ് എന്ന് പറയുന്നത് അവരുടെ ഭാരം അനുസരിച്ചാണ്, തൂക്കം അനുസരിച്ചാണ് ഡോക്ടർ മെഡിസിൻ്റെ ഡോസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരിക്കലും മരുന്ന് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോൾ ചെറിയൊരു മരുന്നിന്റെ അളവ് വ്യത്യാസം വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ അത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലെ ഏതെങ്കിലും ഒരു ടീസ്പൂൺ എടുത്ത് ഒരിക്കലും കുഞ്ഞിന് ഇത്ര ml ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. 5 ml എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത്. ഇന്ന് സിറപ്പുകൾ അവൈലബിൾ ആണ്. സിറപ്പുകളിൽ ഇന്ന് ഓൾറെഡി ഒരു ക്യാപ്പ്, ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് പോലെ അവൈലബിൾ ആണ്. അതിൽ ml കണക്കാക്കി തന്നെയാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 2.5 ml മുതൽ 10 ml വരെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷനിൽ എത്ര ml ആണോ കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് അളവിൽ നിങ്ങൾ എടുക്കേണ്ടതാണ്. കുട്ടികൾ മരുന്ന് കഴിക്കാൻ പൊതുവെ മടിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സിറപ്പ് ഇപ്പോൾ ഫ്ലേവേർഡ് ഫോമിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മാംഗോ ഫ്ലേവർ ഉണ്ടാകാം, സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടാകാം. കുട്ടികൾ മടിയുള്ളവരാണെങ്കിൽ, മരുന്ന് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അത്തരം ഫ്ലേവർ ആയിട്ടുള്ള സിറപ്പുകൾ വാങ്ങാൻ ശ്രദ്ധിക്കാം. ചിലർ പാലിൽ കലക്കി കൊടുക്കാറുണ്ട്, ചിലർ ജ്യൂസുമായിട്ട് കലക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വളരെ അപകടത്തിലാകുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫോർമേഷൻ ഉണ്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് മരണം വരെ സംഭവിക്കാം. അത്തരം സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫ്ലേവേർഡ് ആയിട്ടുള്ള സിറപ്പുകൾ അവൈലബിൾ ആണെങ്കിൽ അത് മാത്രം വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഫ്ലേവേർഡ് അല്ലാത്ത നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് കുഞ്ഞ് കുടിക്കുന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പാലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജ്യൂസുകളിലൊന്നും മിക്സ് ചെയ്ത് നിങ്ങൾ കൊടുക്കരുത്. അത് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. എപ്പോഴും സിറപ്പുകളാണെങ്കിലും മരുന്നുകളാണെങ്കിലും ചൂട് കുറഞ്ഞ ഏരിയയും അതുപോലെ തന്നെ തണുത്ത അന്തരീക്ഷത്തിൽ വേണം സൂക്ഷിച്ചു വെക്കേണ്ടത്. കുട്ടികൾക്ക് അസുഖം കുറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ മരുന്ന് നിർത്തരുത്. പനി, ശരീരവേദന തുടങ്ങിയ മരുന്നുകളാണെന്നുണ്ടെങ്കിൽ, ഡോളോ, പാരസെറ്റമോൾ പോലുള്ള മരുന്നുകളാണെന്നുണ്ടെങ്കിൽ പനി ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, ശരീരവേദന കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. അതല്ല ആൻറ്റിബയോട്ടിക്കുകളാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞ 5 to 7 days വരെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് മുഴുവനായിട്ട് നിങ്ങൾ കുട്ടിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളത് നിർത്തിക്കഴിഞ്ഞാൽ, പകുതി വഴിക്ക് നിങ്ങൾ നിർത്തുമ്പോൾ ആ ബാക്ടീരിയൽ ആണെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അത് ശരീരത്തിൽ മൾട്ടിപ്ലൈ ആകുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് വീണ്ടും വലിയൊരു പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ചില കുട്ടികൾക്ക് അസഹ്യമായിട്ടുള്ള ഛർദിലുണ്ടാകും മരുന്ന് കൊടുത്തതിന് ശേഷം. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂറിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഡോസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ചില മരുന്നുകൾ കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കാം, ചിലർക്ക് വയറിളക്കം ഉണ്ടാകാം, ചിലർക്ക് ഛർദിലുണ്ടാകാം. അത്തരം സാഹചര്യങ്ങൾ നിർത്താതെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടുക. കുട്ടികൾക്ക് ആസ്മ, ഡയബറ്റിക്, ഫിക്സ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ മരുന്ന് കൃത്യമായിട്ടൊക്കെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകൾ കുഞ്ഞിന്റെ ഒപ്പം കൊടുത്തുവിടാനും കൂടെ ശ്രദ്ധിക്കുക. സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒറ്റയ്ക്ക് കുഞ്ഞിനെ വിടുമ്പോൾ ഒരു ഡയറിക്കകത്തോ പേപ്പറിൻ്റെ അകത്തോ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വിളിച്ച് ഇൻഫോം ചെയ്യുക ഈ സമയം ആകുമ്പോൾ കുഞ്ഞിന് മരുന്ന് കൊടുക്കണം എന്നുള്ളത്. പ്രശ്നങ്ങൾ വരാതിരിക്കുവാനായിട്ട് ഒരു മുൻകരുതൽ എന്നോണം നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും പനി, അത് ചിലപ്പോൾ വൈറൽ ഫീവർ ആയിരിക്കാം, എന്നാൽ പിന്നീട് വീണ്ടും അതേ പനി വരുമ്പോഴത്തേക്ക് ലക്ഷണങ്ങൾ സെയിം ആയിരിക്കാം. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ മുമ്പ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കരുത്. അത് വൈറൽ ഫീവർ ആകണമെന്നില്ല, ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സിംറ്റംസുകൾ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതെ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടിക്കൊണ്ട് കൃത്യമായിട്ടുള്ള മരുന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടാതെ ഒരു ഡോക്ടറുടെ സഹായം തന്നെ തേടണമെന്നേ ഞാൻ പറയത്തുള്ളൂ. മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വമേധയായിട്ട് മരുന്ന് വാങ്ങുകയും സ്വമേധയായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തുക. ഒരു പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾ കൊണ്ട് ചിലപ്പം രോഗം ഡോർമെന്റ് ആകുമായിരിക്കാം, പക്ഷെ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ ചിലവായാലും വേണ്ടില്ല, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടി മാത്രം കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും മരുന്ന് കൊടുക്കുവാൻ
പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കൊടുക്കുമ്പം ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് വലിയവർക്കും ഉള്ളതുപോലെ കുട്ടികൾക്ക് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ചില സാഹചര്യങ്ങൾ ഇപ്പൊ ജലദോഷമോ അല്ലെങ്കിൽ മൂക്കൊലിപ്പോ അല്ലെങ്കിൽ തുമ്മലോ ഉണ്ടെങ്കിൽ ഒരു സെട്രിസിന്റെ സിറപ്പ് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഫീവർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടി വരുന്ന ഒരു അവസ്ഥ, കുഞ്ഞിന് ഛർദിലുണ്ടാകുന്നു, ക്ഷീണം ഉണ്ടാകുന്നു, വിറയലുണ്ടാകുന്നു, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുൻപ് ഡോക്ടർ തന്ന മരുന്ന് വെച്ച് കൊടുത്തുകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ വീട്ടിലിരുത്താൻ നോക്കരുത്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക തന്നെ വേണം. സിറപ്പ് കൊടുത്തതിന് ശേഷം ആ അടപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം ആ സിറപ്പിലോട്ട് അടച്ചു വെക്കാൻ. പലരും അത് ചെയ്യാറില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ സിറപ്പിൽ അത്യാവശ്യം സ്വീറ്റനിങ് ഏജന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മധുരം അല്പം ഉണ്ടാകും. അപ്പൊ നിങ്ങൾ അത് അടച്ചു വെക്കുമ്പം ആ അടപ്പിന്റെ മൂടിക്കകത്ത് ഒരുപാട് ഉറുമ്പുകൾ വരികയും പ്രാണികൾ വന്ന് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും പ്രാണിയിൽ നിന്നുള്ള ചില വിഷാംശങ്ങൾ ആ അടപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും കുഞ്ഞിന് ആ മരുന്ന് കൊടുക്കുമ്പോൾ പിന്നീട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സിറപ്പിന്റെ യൂസ് കഴിഞ്ഞ ഉടനെ തന്നെ ആ അടപ്പ് വാഷ് ഔട്ട് ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം അടച്ചു വെക്കുക. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുവെ അവർക്ക് ഡ്രോപ്സുകളായിട്ടാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറ്. അപ്പോൾ 1 ml എന്ന് പറയുന്നത് 16 ഡ്രോപ്പാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 16 ഡ്രോപ്പ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 1 ml നിങ്ങൾക്ക് ഡ്രോപ്പറിൽ എടുക്കാവുന്നേ ഉള്ളൂ. ഡ്രോപ്പ് ആയിട്ട് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് 1 ml എടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് വായിൽ കുഞ്ഞിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരേ പേരിൽ തന്നെ വ്യത്യസ്ത അളവുകളിലെ ആന്റിബയോട്ടിക്കുകളാണെങ്കിലും മറ്റ് സിറപ്പുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന ml അല്ലെങ്കിൽ മില്ലിഗ്രാമോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന സിറപ്പിന്റെ മില്ലിഗ്രാമും അല്ലെങ്കിൽ mg നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം നിങ്ങൾ ഫാർമസിയിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട്. പൗഡർ ഫോമിൽ കിട്ടുന്ന സിറപ്പുകൾ ഉണ്ടാകും. ചില ആന്റിബയോട്ടിക്കുകൾ പൗഡർ ഫോമിലായിരിക്കും. അത്തരം പൗഡർ ഫോമിലുള്ള സിറപ്പുകളെ നമ്മൾ സൊല്യൂഷൻ ഫോമില്, ലിക്വിഡ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിറപ്പ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റെറൈൽ വാട്ടർ ഉണ്ടാകും. അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് ആ ബോട്ടിലിൽ തന്നെ ഒരു അടയാളം ഉണ്ടായിരിക്കും. അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അളവ് വരെയും ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്ത് സിറപ്പ് ഫോമിലാക്കുക. അതിനുശേഷം വേണം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൊടുക്കുന്ന സമയത്ത് മാത്രം സിറപ്പ് ഫോമിലാക്കുക. അതിനുശേഷം ഫ്രിഡ്ജിന്റെ ഡോർ സൈഡിൽ വെക്കുക. 2 to 8 ഡിഗ്രി സെൽഷ്യസിൽ വേണം നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ഡോസ് കൊടുക്കാൻ നേരത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അല്ലെങ്കിൽ തണുപ്പ് കൊടുക്കുമ്പോൾ വീണ്ടും കഫം കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫെക്ഷൻ വീണ്ടും വൾഗർ ആകുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ തണുപ്പ് മാറിയിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാൻ. 2-3 ബോട്ടിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആന്റിബയോട്ടിക് ചിലപ്പോൾ 15 ml ഉണ്ടാകാം, 30 ml ഉണ്ടാകാം, ചിലപ്പോൾ 60 ml ഉണ്ടാകാം. 60 ml ആണ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 30 ml 2 ബോട്ടിലായിരിക്കാം വാങ്ങുക. ഇത്തരം സാഹചര്യങ്ങളിൽ 2 ബോട്ടിലും സിറപ്പ് ഫോം ആക്കി ഒരിക്കലും ഫ്രിഡ്ജിന്റെ ഡോർ സൈഡിൽ വെക്കരുത്. ഒന്ന് തീർന്നതിന് ശേഷം വേണം അടുത്തത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ചിലർ പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ എക്സ്പയറി പോലും നോക്കാതെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാറുണ്ട്. കൊടുത്തതിന് ശേഷമായിരിക്കും അവർ എക്സ്പയറി ശ്രദ്ധിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആശങ്കപ്പെടരുത്. ഒരു തവണ കൊടുത്തു എന്ന് പറഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവിക കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫാർമസിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മരുന്നുകളുടെ എക്സ്പയറി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റിയാണ് എന്താണെന്ന് അറിയാനായിട്ട്. എന്ത് കിട്ടിയാലും വായിലിടുന്ന പ്രവണതയാണ് കുട്ടികൾക്കുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് മരുന്നുകൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൈ എത്താത്ത ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ വെക്കേണ്ടത്. മുതിർന്നവർക്ക് ഒരു രോഗം വരുമ്പോൾ ചിലപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ളത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകും. എന്നാൽ കുട്ടികൾക്ക് അതില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ലക്ഷണങ്ങളാൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാമെന്നുള്ളൊരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷെ അവർക്ക് പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.